മനുഷ്യന്മാരെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കത്ര എളുപ്പമൊന്നുമല്ല. നമുക്ക് ഒട്ടും എളുപ്പം. നമുക്ക് മനുഷ്യന്മാർ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാ. ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് സ്ത്രീകളാണ് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള? രണ്ടുപേരും സ്ത്രീകളും പുരുഷന്മാരും. നമ്മൾ എല്ലാരും പറയും സ്ത്രീകളാണ് കോംപ്ലിക്കേറ്റഡ് എന്ന്. അല്ല, സ്ത്രീകളും പുരുഷന്മാരും കോംപ്ലിക്കേറ്റഡാ. ആളുകൾക്കിടയിൽ ഒരു ചർച്ചയാവാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും സോഷ്യൽ മീഡിയക്ക് കഴിയും. അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടു, ഞാൻ ആരെയും അഡ്രസ് ചെയ്യുന്നുണ്ടാവില്ല, പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ ഒന്നും അഡ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഇതിൽ കുറെ ട്രിഗർ ആയിട്ടുള്ള കമന്റ്സ് കാണാം. അതില് കുറെ പേര് കാണാം, ആണുങ്ങൾ നീ ഞങ്ങളല്ലേ ഉദ്ദേശിച്ചത്, അത് സ്ത്രീകളിങ്ങനെ. ഞാനല്ല സ്ത്രീയോ പുരുഷനല്ലേ ആക്കിയിട്ടില്ല. നമ്മൾ പറയില്ല, നമ്മളൊരു റീൽ ഇട്ടിട്ട് അത് നമ്മളെയാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് പറയുന്ന ക്യാരക്ടർ ചിലപ്പോൾ നിങ്ങളുടെ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടല്ലേ ഇട്ടത്. അല്ലാണ്ട് ഞാൻ ഇത് നിന്നെ കുറിച്ചിട്ടാണ് അവരെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ആ ഷൂസ് നിങ്ങൾക്ക് ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്കുള്ളത് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ കാര്യം. തമ്മിലടി, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് അസ്ല ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചുറ്റും എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എൻ്റെതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എനിക്ക് പറഞ്ഞേ പറ്റൂ, അങ്ങനെ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന ആളാണോ അസ്ല? അത് ഞാൻ നോക്കാറുണ്ട്. അപ്പൊ എനിക്ക് എല്ലാ വിഷയത്തിലൊന്നും ഞാൻ ഇടപെടാറില്ല. കാരണം ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളോ അങ്ങനെ വ്ളോഗോ അല്ല. ഞാൻ എൻ്റെ കണ്ടന്റ്സ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ചില വിഷയങ്ങൾ എനിക്ക് ഒപ്പീനിയൻ പറയണം എന്ന് തോന്നും. അതിൽ ഒന്നായിരുന്നു ഇപ്പം സ്കൂളിൽ 3 days ലീവ് പീരീഡ്. അപ്പൊ എനിക്ക് അതിനെ പറ്റി എനിക്കത് ഭയങ്കര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് അത് വന്ന സമയത്ത് കമന്റ് ബോക്സ് നിറയെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൺകുട്ടികൾക്ക് അത് എന്തിനിപ്പോ ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പെൺകുട്ടികളും എതിർത്തിട്ടുള്ളവരുണ്ട്. എന്തിന് പെൺകുട്ടി അങ്ങനെ എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നത് നമ്മുടെ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല, അത് ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇനിയുള്ള കുട്ടികൾക്ക് അത് വരട്ടെ എന്നൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളിൽ തന്നെ അങ്ങനെ ഒരു? സ്ത്രീകൾ തന്നെ പറയുന്നത് ചിലവർക്ക് പീരിയഡ്സ് എന്ന് പറയുന്നത് നാണക്കേടാണല്ലോ. ചിലവർക്ക് പീരിയഡ്സ് ആയി എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ വലിയ ആൾക്കാർ പറയുന്നത് കേട്ടു, സ്ത്രീകളുടെ അഭിമാനമാണ് പീരിയഡ്സ് എന്ന്. അതെങ്ങനെ സ്ത്രീകളുടെ അഭിമാനമൊക്കെ ആവുന്ന? പീരിയഡ്സ് ഒക്കെ പീരിയഡ്സ് നമുക്ക് മന്ത്ലി വരുന്ന ഒരു കാര്യമാണ്. അത് പരസ്യമാക്കേണ്ടതല്ല, രഹസ്യമാക്കി വെക്കേണ്ടത്. അതൊരു മോശമല്ലേ? എന്തിന് പീരിയഡ്സ് ആവുന്ന ആൾക്കാരെ അറിഞ്ഞോട്ടെ. നമ്മൾക്ക് പീരിയഡ്സ് ആവുന്ന ആൾക്കാരെ അറിഞ്ഞാൽ എന്താണ് പ്രശ്നം? എല്ലാ മാസവും സ്ത്രീകൾ എന്നാ പിന്നെ കല്യാണം കഴിക്കുന്നത് പോലും രഹസ്യമാക്കി വേണം. കാരണം കല്യാണം കഴിച്ച ആൾക്കാർ വിചാരിക്കില്ലേ, അയ്യോ ഇനി ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, അത് കഴിഞ്ഞ് ഇവർക്ക് കുട്ടി ഉണ്ടാവും. നമുക്ക് മോശമല്ലേ? നമ്മുടെ സംസ്കാരം വെച്ചിട്ട് അതൊക്കെ പുറത്തു വരുന്നത് മോശമല്ലേ? ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് എന്തിനു നാണിക്കണം? പെൺകുട്ടികൾക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. അത് സ്കൂളിലാണെങ്കിലും ഒക്കെ, എനിക്ക് പീരിയഡ്സ് ആണ്, എനിക്ക് വയറുവേദനയാണ്, എനിക്ക് റെസ്റ്റ് വേണം, എനിക്ക് ഡേ വേണം. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചിലവർക്ക് എനിക്ക് പെയിൻ ഇല്ലാന്ന് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിന് 3 ദിവസം അനങ്ങാൻ പറ്റാത്ത വേദന ആയിരിക്കും. ഛർദി, വോമിറ്റിംഗ്, ബാക്ക് പെയിന്, ഒരു ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കും. ബ്ലീഡിങ് എക്സ്ട്രീം ആയിരിക്കും. ആ കുട്ടികൾക്കൊക്കെ ഒരു അറ്റൻഡൻസ് കിട്ടണ വലിയൊരു കാര്യമല്ലേ അതെന്ന് പറയുന്നത്. ഇപ്പൊ ഇതില് പെൺകുട്ടികൾ തന്നെ എതിർക്കണം, ഞങ്ങൾക്കൊക്കെ പീരിയഡ്സ് ആവുന്നു, അപ്പൊ ഞങ്ങളെ പോലെ പീരിയഡ്സ് ഇല്ലാത്തവർക്കോ ഞങ്ങൾക്ക് ഇക്വാലിറ്റി വേണം. ഞാൻ ഒരു കമന്റ് കണ്ടത്, ഒരു പെൺകുട്ടിയുടെ കമന്റാ, ഒരു ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന്. ഞങ്ങൾക്ക് ഇക്വാലിറ്റി വേണം, ഞങ്ങളെ പോലെ പീരിയഡ്സിന് വേനൊക്കെ ഇല്ലാത്ത കുട്ടികൾ ഞങ്ങൾക്കും. ഇത് മിസ്യൂസ് ചെയ്യേണ്ട ഒരു സാധനമല്ല. ഇത് ശരിക്കും 3 ദിവസം കമ്പൾസറി ലീവ് ഒന്നല്ല ഇതെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പീരിയഡ്സ് ആണെങ്കിൽ ലീവ് എടുക്കാം. ഇതൊരു ഹോളിഡേ ആയിട്ടോ അല്ലെങ്കിൽ അടിച്ചു പൊള്ളിക്കാനോ ഉല്ലസിക്കാനോ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സാധനം അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതൊക്കെ ഭയങ്കര സെൽഫിഷ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരും കൂടി കേട്ടോ. ഞങ്ങൾക്കില്ലാത്തത് ഇവർക്കും പാടില്ല. അന്നത്തെ ഭയങ്കര സെൽഫിഷ്നെസ് ആണത്. ഈ ചിലപ്പോഴൊക്കെ പറയും, ഈ ഒരു സ്ത്രീയെ തകർക്കാൻ ഒരു സ്ത്രീ കൊണ്ട് സാധിക്കും. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു സ്പേസിനെ മിസ്യൂസ് ആക്കുന്ന ആളുകളുണ്ട്. നമുക്ക് കിട്ടിയില്ലെന്ന ആർക്കും കിട്ടണ്ട എന്നൊരു ചിന്താഗതി ഉണ്ട്. പലപ്പോഴും സ്ത്രീകൾക്ക് സ്ത്രീ തന്നെ വില്ലത്തിയായിട്ട് മാറാറുണ്ടോ? അത് ഉറപ്പായിട്ടും. അതിപ്പോ സ്ത്രീക്ക് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വില്ലുമ്പോൾ നമുക്ക് നല്ലൊരു നമുക്ക് ഒരാൾ മതി. ഒരേ ഒരാൾ നമുക്ക് ഏറ്റവും വിശ്വസിക്കാനും നമ്മളെ വിജയത്തിൽ സന്തോഷിക്കാനും കൈയടിക്കാനും നമ്മുടെ ഏറ്റവും മോശം സമയത്ത് നമ്മളെ ജഡ്ജ് ചെയ്യാണ്ട് കൂടെ നിൽക്കാന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിപ്പോൾ ഒരു ആണായിക്കോട്ടെ ഒരു പെണ്ണായിക്കോട്ടെ ഓപ്പോസിറ്റ് ജെൻഡർ ആരും ആയിക്കോട്ടെ ഒരാളുണ്ടാവാന്നുള്ളത് അത് കിട്ടാനാണെങ്കിൽ ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര റെയറാണ്. അങ്ങനെ നമുക്കൊരു ഫ്രണ്ട് എന്ന് തന്നെ പറയാം, ഒരു പാർട്ട്ണറോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്ത്രീക്ക് സ്ത്രീ ശത്രു എന്നുള്ള പോലെ തന്നെ അത് അങ്ങനെ ആയിരിക്കും. ഒരു പോയിന്റിലെത്തുമ്പോൾ എന്താ പറയുക, ഈവൻ എത്ര വലിയ ചിലപ്പോൾ കൂട്ടുകാരിയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശത്രുവിൻ്റെ ബലമായിരിക്കും തരുന്നുണ്ടായിരിക്കാം. ശരിക്കും ഈ ഫാമിലിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അറിഞ്ഞ ഒരാളാണ് അസ്ലന്റെ. പല സിറ്റുവേഷനിലും കട്ടൊക്കെ കൂടെ നിന്നത് ഫാമിലിയാണ്. ഈ നമ്മളെല്ലാവരും ഒരു സ്റ്റേജ് കഴിഞ്ഞ ഫാമിലിയുടെ ഒരു ചുറ്റും ഒരുപാട് സൗഹൃദം, നമ്മൾ ഫാമിലി ചിലപ്പോൾ മൈൻഡ് പോലെ ആക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. എന്നാൽ ഒരു ടൈം കഴിഞ്ഞാൽ ഫാമിലിയാണ് എല്ലാം എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ട്.
എന്തായിരിക്കും അസ്ലൊക്കെ ഫാമിലി എന്ന് ചോദിക്കുകയാണെങ്കിൽ? എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ലോകമാണ്. എനിക്കെല്ലാമാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ പറഞ്ഞല്ലോ, അപ്പം നമുക്ക് ഫ്രണ്ട്സ് നമുക്ക് ഓരോ സ്റ്റേജിൽ ഓരോ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, നല്ലവരും ഒക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് കാലമായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓരോ സ്റ്റേജിൽ നമുക്ക് ഓരോന്നാണ് അടിച്ചു പൊളിക്കാൻ, നമുക്കൊന്ന് ഫ്രണ്ട്സ് പാർട്ടി നടത്താൻ, ഗ്യാദർ ചെയ്യാൻ, ടൂർ പോവാൻ, ട്രിപ്പ് പോവാൻ, ഉല്ലസിക്കാൻ എല്ലായിടത്തേക്കും. അപ്പോൾ ഓരോ ഏജിൽ നമുക്കിങ്ങനെ ഫ്രണ്ട്സുകളും മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പണ്ട് ഭയങ്കര ഒരു പുതിയ ഫ്രണ്ടിനെ ഞാൻ ഉണ്ടാക്കി. ആദ്യത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ കട്ട ഫ്രണ്ട്സ്, നമുക്ക് അവരെ എപ്പോഴും വിളിക്കുന്നത് നമ്മളെ ഇല്ലാതിരിക്കുന്നത്. കുറച്ച് അതിങ്ങനെ മാറിക്കേ നമ്മൾ രണ്ടുപേരും ലൈഫിൽ പുതിയ ഫ്രണ്ട്സ് വരും, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് മാറും, നമ്മുടെ ജീവിതം മാറും. പിന്നെ അതിങ്ങനെ പതുക്കെ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും. ഫ്രണ്ട്ഷിപ്പ് അവിടെ തന്നെ ഉണ്ടായിരിക്കും, പക്ഷേ ആ പണ്ടത്തതുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒന്നും മാറാത്ത ഒന്നായിരുന്നു ഫാമിലി. അന്നും ഇന്നും എപ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒന്നാണ് ഫാമിലി. അവിടെ നമ്മളുടെ ജീവിതത്തിൽ ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, എന്തൊക്കെ സാഹചര്യം ഉണ്ടായി ഒന്നുമില്ല, ഫാമിലി ഉണ്ടായിരിക്കും. നമ്മുടെ കുടുംബം ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് എല്ലാ കുടുംബങ്ങളല്ല കേട്ടോ, നമുക്ക് നല്ലൊരു കുടുംബമാണ്, നമ്മൾ നല്ലൊരു അടിത്തറയിലുള്ളതാണ്, ബ്ലെസ്ഡ് ആണ് അങ്ങനെ ഒരു ഫാമിലി എന്നുണ്ടെങ്കിൽ ആ ഫാമിലിയാണ് ഏറ്റവും വലുത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അതാ ഞാൻ പറഞ്ഞത്. എനിക്കൊരു കുഞ്ഞായതിനു ശേഷം മുമ്പൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ ഫാമിലിനേക്കാൾ കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ UK ഉള്ള സമയത്ത് എൻ്റെ ഉമ്മ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഉമ്മയുടെ കോളൊന്നും എടുക്കത്തില്ല. ഉമ്മയുടെ ചിലപ്പോൾ കോൾ മെസ്സേജ് ഒക്കെ തിരക്കിലാണ് എന്നൊക്കെ ഞാൻ മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഗിൽറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ഞാനൊരു ഉമ്മ അവൻ വേണ്ടി വെയിറ്റ് ചെയ്തോ, ഞാൻ അത്രയും വേണ്ടി വെയിറ്റ് ചെയ്ത് വന്നിരുന്നു ഒരു പാരൻസ് എന്ന ഈ ഫാമിലി എന്തെന്ന് മനസ്സിലാക്കാമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതൊക്കെ ടെമ്പററി ഹാപ്പിനെസ്സാണ്. ഓക്കെ, ഒരു ദിവസം അടിച്ചു പൊളിച്ചു കഴിഞ്ഞു, പിന്നെ പുതിയ ദിവസം വേറെ. പക്ഷെ ഇതാണ് നമുക്ക് എന്നും കൂടെ ചേർക്കാനും എന്നും ഇതാണ്. എനിക്ക് തോന്നുന്നു ഉമ്മ എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ കാണുന്ന വീഡിയോസിലായാലും ഭയങ്കര സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടാവും. ഒരു മോള് ജനിച്ചപ്പോൾ ഉമ്മയോട് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമല്ലോ, ആസ് എ മദർ ആയി കഴിഞ്ഞാൽ നമ്മൾ അമ്മയോട്. ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും നടത്തിയിട്ടില്ല. ഞാൻ അന്നും ഇന്നും ഉമ്മാണ്ട് ഒരുപോലെയാണ്. ഞങ്ങൾ അടി ഉണ്ടാവാറുണ്ട്, ബഹളം ഉണ്ടാവാറുണ്ട്, പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, സ്നേഹം ഉണ്ടാവാറുണ്ട്. ഞാൻ എൻ്റെ ഒരു ടൈപ്പ് വെച്ചിട്ട് ഞാൻ എപ്പോഴും ഉമ്മാനോട് എനിക്ക് ഭയങ്കര സ്നേഹം എന്ന് പറയുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് ഏറ്റവും വലുത്. ഉമ്മയും ഞാനും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യത്തിനുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെന്ന് എൻ്റെ ഉമ്മ പറയുന്നതാണ് ശരിയായിട്ട് നടന്നേക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഉമ്മ പറയുന്നതാണ് ശരി. അത് എനിക്കും അറിയാം. എന്നാലും ആദ്യമൊക്കെ പറയുമ്പോൾ ഞാൻ സമ്മതിച്ചൊന്നും കൊടുക്കില്ല. അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാട്ടോ. ഞാൻ ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഉമ്മ എന്നുള്ളൊരു സ്ഥാനം എന്ത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഉമ്മക്ക് പകരം ഉമ്മ മാത്രമേ, വേറെ ഒരാൾക്ക് അത് പറ്റത്തില്ല. അത് പിന്നെ നമ്മളെ ജീവിതത്തിൽ ആര് വന്നു ഉമ്മ പീക്കും വലുതായി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്നെക്കാൾ കൂടുതൽ സ്നേഹം കൊടുക്കുന്നത് ചിലപ്പോൾ അംജുക്കാണ്. പക്ഷെ അവളുടെ പപ്പ ഇപ്പൊ അംജുക്കാടെ സ്ഥാനം ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല. അംജുക്കാക്ക് കൊടുക്കേണ്ടത് അംജുക്കാക്ക് മാത്രമേ അവൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് മാത്രം. അങ്ങനെ ഓരോ റോളുണ്ട്. ഇപ്പൊ നമുക്കൊരു കോളേജ് ടൈമിൽ ഒരു സൗഹൃദ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാവും. സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജ് നമ്മുടെ ഒരു ഏജിനനുസരിച്ച് നമ്മൾ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷെ കല്യാണത്തിനപ്പുറം നമുക്ക് അങ്ങനെ ആ സൗഹൃദം എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഗേൾ ആയിട്ട് അങ്ങോട്ട് മാറും. ഒരു കല്യാണം കഴിയുമ്പോൾ പെൺകുട്ടികളിൽ എന്തൊക്കെയാണ് ശരിക്കും മാറ്റം വരുന്നത്? അത് ബോധപൂർവ്വം നമ്മൾ അങ്ങ് മാറ്റി നിർത്തുന്നത്? അത് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ഫ്രണ്ട്സും ഞാൻ കുറച്ചും കൂടി എനിക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാവുകയും കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുകയും അങ്ങനെ എനിക്ക് കല്യാണത്തിന് ശേഷം അങ്ങനെ അയക്കുന്നത്. പക്ഷെ പൊതുവേ അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് എനിക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മളുടെ ഓരോ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഓരോ സാഹചര്യം മാറുന്നതനുസരിച്ച് നമ്മൾക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി കൂടുതൽ ഫാമിലി ആയിട്ടാവാം, ഇതാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു പോയിന്റിലെത്തും. അത് ഒരിക്കലും വന്നു കയറിയ പാർട്ട്ണറിൻ്റെയോ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ വീട്ടുകാരുടെയോ ഇതൊന്നും ആയിരിക്കില്ല. നമുക്കതായിരിക്കും കൂടുതൽ കംഫർട്ട് സോൺ. എനിക്കിപ്പോൾ ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എൻ്റെ വീട്ടിലും എൻ്റെ അമ്മച്ചിക്കാരുടെ മുന്നിലും മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് വേറെ എവിടെയും എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ സ്വഭാവങ്ങൾ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഒരു മാസം എൻ്റെ കൂടെ ഫ്രണ്ട് ആയിരിക്കുമെങ്കിൽ നല്ല രസമായിരിക്കും. ചിലപ്പോൾ 2 മാസം ആയിരിക്കും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മോശം സൈഡും കാണാൻ തുടങ്ങും. എനിക്ക് എൻ്റേതായിട്ടുള്ള ദേഷ്യം ഉണ്ടായിരിക്കും, പരാതികൾ ഉണ്ടായിരിക്കും, വിഷമം. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ എപ്പോഴും നല്ലൊരു ഫേസ് മാത്രമല്ലോ. ഇത് വരുമ്പോൾ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്
കാരണം ഫ്രണ്ട്സ് ഒക്കെ പറയുമ്പോൾ എപ്പോഴും ഹാപ്പി അടിച്ചു പൊളിച്ച് അങ്ങനെ ഉണ്ടായിരിക്കും കുറേ നമ്മളെ അങ്ങനെ ഉണ്ട് കേട്ടോ. എൻ്റെ സ്കൂളിൽ പഠിച്ച തൊട്ടിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് എന്നെ അറിയാം കാരണം അവർ ചെറുപ്പം തൊട്ടേ എന്നെ കാണുന്നതാ. ഓക്കെ, ഹില എന്നുള്ളത് ഇതാണ് എന്നുള്ളത് അറിയാം. അതല്ലാണ്ട് പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പുതിയവരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. എനിക്ക് അങ്ങനെയാണ് മാറ്റം വന്നേക്കുന്നത് കൂടുതൽ. ഞാൻ ഫാമിലി ആയിട്ട് എന്ന് വെച്ചിട്ട് ഫ്രണ്ട്സ് തന്നെയാണ്, അതിൻ്റെ ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇത് കൂടെയുള്ള നമുക്കിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പം ഡിപ്രഷൻ, ആൻസൈറ്റി, ഓരോ കാര്യങ്ങളും പുതിയ പുതിയ വാക്കുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. പല സാഹചര്യത്തിൽ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരാളെങ്കിലും കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയുന്നതാണ്. എന്നാൽ അങ്ങനെ ഒരു ജെന്യുവനായിട്ടുള്ള ഒരാളെ നമുക്ക് കണ്ടുമുട്ടാനും പറ്റണില്ല. എല്ലാവരോടും എല്ലാം പറയാൻ പറ്റില്ല, കാരണം എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാന്ന് ഒരു വിഭാഗം പറയണം. ആളുകളുടെ ലൈഫിൽ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ ആരും വിശ്വസിക്കരുതെന്ന് പറയുന്നു. ഇതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് മറ്റൊരാൾ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുക, കേട്ടിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കല്യാണം കഴിക്കാൻ തന്നെ മെയിൻ കാര്യം ഇതാണ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരാളേക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് എപ്പോഴും ഒരാൾ വേണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോൾ കൂടെ അതൊന്നല്ല, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ എനിക്ക് ആ ദിവസം അവസാനിക്കുമ്പോൾ എനിക്കിതെല്ലാം പറയാനെങ്കിലും ഒരാൾ എനിക്ക് ഉണ്ടായിരിക്കണം. എപ്പോഴും എന്നെ കേൾക്കാൻ, എന്നെ ലിസൺ ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ ഞാൻ ബ്രേക്കപ്പ്, എൻ്റെ ഡിഗ്രി സമയത്ത് ഇപ്പം പ്രേമം ഉണ്ടാകുമ്പോൾ എനിക്കും പ്രേമന് ബ്രേക്കപ്പായി കുറേ കാലം ഒറ്റയ്ക്ക് സിംഗിളായി നടന്ന് എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഫ്രണ്ട്സിൻ്റെതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവർക്ക് എപ്പോഴും എന്നെ വിളിച്ചിരിക്കാൻ പറ്റും? ഇല്ല. എപ്പോഴും എന്നോട് വിശേഷം പറയാൻ പറ്റും? ഇവരുടെ എല്ലാ വിശേഷങ്ങളും എന്നോട് പറയൂ? ഇല്ല. ഇവർക്ക് ഓരോ പ്രയോറിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് എപ്പോഴും എനിക്കൊരു പാർട്ട്ണർ വേണം, എൻ്റെ വിശേഷങ്ങൾ പറയാൻ, ആളുടെ വിശേഷം പറയാൻ, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാം, ഒരു കൂട്ട് വേണം. അങ്ങനെയാണ് ഞാൻ വീട്ടുകാർ. അപ്പം എനിക്ക് എന്തായാലും പിന്നെ പ്രേമിച്ച് കെട്ടാൻ അങ്ങനത്തെ എൻ്റെ സമയവും എനിക്ക് അതിനുള്ള സാഹചര്യവും ഇല്ല അങ്ങനെ പ്രേമിച്ച് കെട്ടാനുള്ള. വീട്ടുകാരെ മാട്രിമോണിയായിട്ട് അങ്ങനെയാണ് അംജിക്ക വരുന്നത്.